മലപ്പുറം കരുവാരക്കുണ്ടിൽ ഒരു കടുവയെ നേരിട്ട് കണ്ടു എന്ന് കരുതിയാണ് ഒരു പഴയ ദൃശ്യം ഒരാൾ പ്രചരിപ്പിച്ചത്. അയാൾക്കെതിരെ ഇപ്പോൾ വനംവകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. യുവാവ് പറഞ്ഞത് കളവാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. മിക്ക ടെലിവിഷൻ ചാനലുകളും ഈ വാർത്ത സംപ്രേഷണം ചെയ്തു. കടുവയുടെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് മനോഹരമാക്കിയായിട്ടാണ് ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു ചെറുപ്പക്കാരൻ പറ്റിച്ചത്. ഈ കരുവാരക്കുണ്ടിലെ മണിക്കനാമ്പറവിൽ ജെറിനാണ് ഈ പറ്റിക്കാൻ മിടുക്ക് കാണിച്ചത്. ഇയാൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സമീർ ബിൻ കരീം കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സമീർ, എങ്ങനെയാണ് ഈ പഴയ ഒരു ദൃശ്യമെടുത്ത് എഡിറ്റ് ചെയ്ത് ഈ നമ്മളുൾപ്പെടെയുള്ള TV ചാനലുകളെ അയാൾ കൃത്യമായി പറ്റിച്ചു കളഞ്ഞത്? നിലവിൽ ഈ ജെറിൻ എന്ന് പറയുന്ന യുവാവ് വ്യാജമായ പ്രചാരണമാണ് നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ആദ്യം വനം വകുപ്പാണ് ഇക്കാര്യം കണ്ടെത്തുന്നത്. ജെറിൻ കരുവാരക്കുണ്ട് സ്വദേശിയാണ്. ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു കടുവയുടെ ദൃശ്യങ്ങൾ, പഴയ ഒരു കടുവയുടെ ദൃശ്യം എടുത്തുകൊണ്ട് അത് പുതിയതാണെന്നും ഈ കരുവാരക്കുണ്ടിൽ താനാണ് ഈ കടുവയുടെ ദൃശ്യം പകർത്തിയതെന്നുള്ള പ്രചാരണം നടത്തിയത്. ഇത് മാധ്യമങ്ങൾക്കടക്കം ഈ യുവാവ് അയച്ചു തരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിലാണ് ഈ യുവാവ് പ്രചരിപ്പിച്ചത് വ്യാജമായ ദൃശ്യമാണെന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെ കരുവാരക്കുണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കരുവാരക്കുണ്ട് പോലീസിനെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പരാതിയിലാണ് നിലവിൽ കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ യുവാവിനെ നേരിട്ട് തന്നെ നോർത്ത് DFO ധനിക്-ലാൽ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. ഈ ധനിക്-ലാലിനോട് ഇയാൾ വ്യാജമായ പ്രചാരണമാണ് നടത്തിയത് എന്ന് ഇയാൾ സമ്മതിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തിയതിനാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാധ്യമങ്ങൾക്കടക്കം ഇയാൾ ഈ ദൃശ്യങ്ങൾ അയച്ചു നൽകിക്കൊണ്ട് താനാണ് ഈ ദൃശ്യം പകർത്തിയതെന്നും കരുവാരക്കുണ്ടിലെ കടുവയാണ് ഇതെന്നും പറയുകയായിരുന്നു. അതിന് പിന്നാലെ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകുകയും ചെയ്തു. സാധാരണഗതിയിൽ ഈ സാധാരണ ജനങ്ങൾ നൽകുന്ന പകരം വാർത്തകൾ മാധ്യമങ്ങൾ നൽകാറുണ്ട്. അതിന് മുന്നേ ഒരു പരിശോധനയൊക്കെ തന്നെ നടത്തും. ഒരു കൃത്രിമമാണോ അല്ലയോ എന്നുള്ള പരിശോധന നടത്താറുണ്ട്. എന്നാൽ ഇത് കൃത്രിമമല്ല, മറിച്ച് ഒരു പഴയ ദൃശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പഴയ ദൃശ്യങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് വാർത്താ ചാനലുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ നേരം അന്തരീക്ഷത്തിൽ നിർത്തി.